പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം മനോരമ നടത്തിയൊരു സംഭാഷണം ഉണ്ടായിരുന്നു. 3 ആളുകളെ പ്രതിനിധികളെ വെച്ചുകൊണ്ടുള്ള സംഭാഷണം. അതില് പ്രശാന്ത് ശിവൻ നടത്തിയൊരു സംഭാഷണ ശൈലി ഉണ്ടായിരുന്നു. 10 സീറ്റിൽ കൂടുതൽ LDF പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെരക്കാൻ പോകും. അത് കഴിഞ്ഞ് നമ്മുടെ ആർഷോ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് വന്ന് ചാടിക്കേറി വന്ന് ആർഷോയെ ഭീഷണിപ്പെടുത്തൊരു സ്വരമൊക്കെ കണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയക്കാരനെ ചെറുതാണ്. അല്ല, അതില് ആർഷോ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. തുടക്കത്തിൽ ചെരക്കാൻ പോവുക എന്ന പദപ്രയോഗം കൃത്യമായും അൺപാർലമെന്ററി ഒരു പാർട്ടി പരിപാടിയിലോ അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ചയിലോ ഉപയോഗിക്കാൻ ചൂടാത്തൊരു വാദമാണ്. കാരണം ചെരപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷവരം ചെയ്യുക എന്നർത്ഥം. അതൊരു ജനവിഭാഗത്തിന്റെ തൊഴിലാണ്. ആ തൊഴിലിനെ അവഹേളിക്കലാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അത്തരം ഭാഷകളുടെ ആവശ്യം ഒരു മാധ്യമം നടത്തുന്ന പരിപാടിയിൽ, മനോരമ പോലൊരു മാധ്യമം നടത്തുന്ന പരിപാടിയിൽ ആവശ്യമുണ്ടോ എന്ന് അതൊരു BJPയുടെ ജില്ലാ ഒരു ഗുണ്ടായിസം ലെവലിലേക്ക് പോകും. അതാ ഞാൻ പറഞ്ഞു, ജില്ലാ പ്രസിഡന്റ് ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. തിരിച്ച് സംസാരിക്കുമ്പോൾ ആർഷോ സംസാരിക്കുമ്പോൾ പ്രശാന്ത് ശിവൻ കയറി ഇടപെടുന്നു. ആർഷോ നിങ്ങളുടെ സമയത്ത് ഞാൻ ഇടപെട്ടില്ല എന്ന് പറയുന്നു. ആർഷോയുടെ സ്വരം കടുത്തതായിരുന്നു. പിന്നീട് സംസാരം നിർത്താൻ പ്രശാന്ത് ശിവൻ തയ്യാറാകുന്നില്ല. വെല്ലുവിളിയുടെ സ്വരത്തിലേക്ക് പോകുമ്പോൾ ആർഷോ പറയുന്നു, നിന്റെ ഗുണ്ടായുസം നിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പൊ ഈ കോൺഗ്രസിന്റെ വക്താവോട് നിൽക്കുമ്പോൾ അയാളെ തള്ളി മാറ്റിക്കൊണ്ട് പ്രശാന്ത് ശിവൻ ആർഷോയുടെ അടുത്തേക്ക് എത്തുകയും പിന്നീട് നടന്നത് മനോരമ ബ്ലർ ചെയ്തിട്ടാണുള്ളത്. പിന്നീട് എന്താണ് നടന്നതെന്ന് അറിയില്ല. കസേരയൊക്കെ എടുത്തെറിയുന്നതൊക്കെ വ്യക്തമായിട്ട് കാണാം. ഇന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ആർഷോയുടെ മൂക്കിൽ ചെറിയ ഇതൊക്കെ വെച്ച് ആർഷോയെ അതിലൊന്ന് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഷാഫി പറമ്പലുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒരു രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ഇടതുപക്ഷത്തിനും BJPയും അസ്വസ്ഥരാണ് പാലക്കാട്. കാരണം അവര് ആദ്യം ഷാഫി പറമ്പലായിരുന്നു അവർക്ക് മുഖ്യശത്രുവെങ്കിൽ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കിട്ടുന്ന തെളിവുകൾ വെച്ച് രണ്ടുപേരും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. രാഹുൽ ഒരു കൂസലുമില്ലാതെ നടക്കുന്നു. രാഹുലിനെ തടയാൻ സാധിക്കുന്നില്ല. രാഹുലുമായി വേദി പങ്കിട്ടതിന്റെ പേരിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് സീറ്റ് നിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. സീനിയർ നേതാക്കന്മാരുടെ പേര് വെട്ടിമാറ്റുന്ന, അതായത് പാർട്ടിയിൽ അഭിപ്രായങ്ങൾ പറയുന്ന സീനിയർ നേതാക്കന്മാരുടെ പേര് വെട്ടിമാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രശാന്ത് ശിവനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുക എന്ന് പറയുമ്പോഴും പാർട്ടിക്കുള്ളിൽ തന്നെ പലരും പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തെ അംഗീകരിക്കാത്തവരുണ്ട്. അവിടെ പ്രശാന്ത് ശിവൻ ആ ഡിവിഷനിൽ മത്സരിക്കണ്ട എന്ന് ആ ഡിവിഷനിലെ BJP നേതാക്കന്മാർ പറയുന്ന ഒരു സാഹചര്യം. ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്ന പാലക്കാട് ഇടതുപക്ഷത്തിന് യാതൊരുവിധമായ സ്വാധീനവും ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഇവർ രണ്ടു കൂട്ടരും അസ്വസ്ഥരാണ്. ഈ അസ്വസ്ഥരുടെ ഇടയിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്റെ ഹീറോ എപ്പോഴും ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും മിണ്ടാതെ മാറുന്ന കോൺഗ്രസിന്റെ വക്താവ് ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അയാളുടെ പേര് ഓർക്കുന്നില്ല. അയാളാണ് എന്റെ ഹീറോ. ഇനി നമ്മുടെ DYFIക്കാരെ നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ സ്വാഭാവികമായിട്ടും ആർഷോയെ പോലൊരു നേതാവിനെ കയറി തൊട്ടിട്ട് പ്രശാന്ത് ശിവൻ ഇറങ്ങി നടക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യം എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. അത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇലക്ഷനാണ്. ഇത്തരം ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ ഇടതുപക്ഷത്തിന് താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പ്രശാന്ത് ശിവൻ BJPക്കാരനാണ്. പ്രശാന്ത് ശിവനെ എന്തെങ്കിലും തിരിച്ചു ചെയ്താൽ PMCയുടെ പൈസ കിട്ടാതായാലോ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന കാര്യത്തിലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഇത് ഇവര് തമ്മിലുള്ള കളിയാണ്. അയ്യപ്പനും കോശിയിലും നമ്മുടെ ഡ്രൈവറായിട്ട് വരുന്ന ചേട്ടൻ പൃഥ്വിരാജിനോട് പറയുന്ന പോലെ ഇത് അവര് തമ്മിലുള്ള പ്രശ്നമാണ്, നമ്മളിതിലില്ല എന്ന് പറയുന്ന പോലെയായിരുന്നു കോൺഗ്രസിന്റെ കാര്യം. ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ്. ആശയങ്ങൾ കൊണ്ട് പോരടിക്കുക, ആദർശങ്ങൾ കൊണ്ട് പോരടിക്കുക, പറയാനുള്ളത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക. ആരാണ് മസിൽ പവർ വോട്ട് ചെയ്യുന്നത്? ആര് വോട്ട് ചെയ്യുക? ഞാൻ പറയാം, ഇതിനെക്കാട്ടി മസിൽ പവർ കാട്ടിയ പാർട്ടിയാ CPM. വടകരയിൽ കാണിച്ചതിന്റെ ഭവിഷ്യത്ത് പിന്നീട് വടകരയിൽ അനുഭവിക്കേണ്ടി വന്നില്ലേ? തീർച്ചയായിട്ടും. അവിടെയാണ് അത്ര പോലും ജനപ്രതിനിധി ഇല്ലാത്ത BJPയുടെ ഒരു നേതാവ്, ആ BJPയിൽ തന്നെ ജനപ്രതിനിധി ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ സ്ഥാനാർത്ഥിത്വം വേണം. പ്രശാന്ത് ശിവനെ പോലൊരു ചെറുപ്പക്കാരനെ BJP പാലക്കാടിന്റെ എന്താ പറയാ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുക അല്ലെങ്കിൽ ജില്ലാ അധ്യക്ഷനാക്കുക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്. ചെറുപ്പക്കാർക്ക് അവസരം വേണം. ആ കിട്ടിയ അവസരം ഗുണ്ടായിസം കാണിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് രാഷ്ട്രീയ കേരളത്തിന് അത്ര നല്ലതല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ വരെ നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട് കേട്ടത്തില്ല, കാല് വിട്ടും കൈ വിട്ടും തല വിട്ടും എന്നൊക്കെ പറഞ്ഞ പ്രശാന്ത് ശിവൻ നടക്കുന്ന നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നിൽക്കുന്നു. പിന്നീട് DCC ഓഫീസിന്റെ ഫ്രണ്ടിൽ ചെന്ന് ബൈക്കിൽ നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് എന്തോ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അതേ സമയം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വരുന്നത്. ഇവരുടെ പറച്ചിലേ ഉള്ളൂ. ഇയാള് പ്രശാന്ത് ശിവൻ ജില്ലാ അധ്യക്ഷനായ സമയത്ത് ഏതോ ഒരു ചാനലിന്റെ ചർച്ചയ്ക്ക് ഇയാള് ജില്ലാ അധ്യക്ഷനായപ്പോ ഇയാളുടെ ബൈറ്റ് എടുക്കാൻ വേണ്ടി വിളിച്ചു. വീഡിയോ കോളിലാണ്, ഓൺലൈനില. ഇയാള് ജിമ്മില് പോയിട്ട് പക്ഷേ ഉടുപ്പൊക്കെ കാണുന്ന ഒരു സ്ലീവ്ലെസ് ബനിയനെ ജിമ്മിലിടുന്ന ബനിയനൊക്കെ ഇട്ടിട്ട് ഇയാള് സംസാരിക്കാണ്. നമുക്കൊരു
ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി വ്യായാമം ചെയ്യുന്ന ആളാണ്. കാരണം അദ്ദേഹത്തിന് ഈ അടുത്ത സമയത്ത് മറിഞ്ഞു വീണ മുഖത്ത് പരിക്കേറ്റതൊക്കെ അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു. കെ സുധാകരന്റെ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ജിംനേഷ്യം ഉണ്ടാക്കി വെച്ചിട്ട് അദ്ദേഹം വർക്ക്ഔട്ട് ചെയ്ത വീഡിയോസ് ഒക്കെ. ഇവൻ പിണറായി വിജയൻ പോലും ചിലപ്പോൾ ചെയ്യുമായിരിക്കും, അദ്ദേഹത്തിന്റെ പ്രായത്തിനൊത്ത് ചെയ്യുമായിരിക്കും. വളരെ സീരിയസ് ആയിട്ട് ഒരു രാഷ്ട്രീയ ചർച്ച ചെയ്യാൻ വിളിക്കുമ്പോ ജിമ്മിൽ ഇരുന്നിട്ടാണ് വെച്ചത്. ഓക്കെ, പുതിയ തലമുറ ഇതൊക്കെ ചെയ്യുന്നവരാണ്, അല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇത് ഷോയാണ്. അല്ലെങ്കിൽ അദ്ദേഹം ആ വേഷത്തിൽ വന്നോട്ടെ, ഒരു ടവല് തോളത്തിട്ട് VS അച്യുതാനന്ദൻ പണ്ട് കൊടുക്കാൻ വരുന്നത് ലുങ്കിയൊക്കെ കൊടുത്തിട്ട് ബൈറ്റ് കൊടുക്കാൻ വരുന്നത്. ഉമ്മൻചാണ്ടിയുടെയും ലുങ്കിയൊക്കെ കൊടുത്തു വന്ന് ബൈറ്റ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ജിമ്മിലായിരുന്നു എന്ന് പറഞ്ഞ് സംസാരിക്കും. ആ സമയം ഇയാള് വിഷയം വെച്ച് നിൽക്കുകയാണ്. ഇത്തരത്തില് ഷോ രാഷ്ട്രീയമാണ് ഇവർ കാണിക്കുന്നത്. ആ ഷോ അല്ല, സ്വാഭാവികമായിട്ട് ഇപ്പം ചാനലുകൾ കവർ സ്റ്റോറികൾ ചെയ്യാൻ പോകണമെങ്കിൽ ഇപ്പം സുധാകരന്റെ കാര്യം തന്നെ, അതേ കവർ സ്റ്റോറികൾ ചെയ്യാൻ പോകുമ്പോഴാണ് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അല്ല പ്ലാൻഡ് സ്റ്റോറീസിലാണ് അതൊക്കെ. ഞാൻ പറഞ്ഞതല്ല, ഈ ആ ഷോ ആണ് ഷോ എങ്കിൽ ഇത് പ്രശാന്ത് ശിവനാണ് ഷോ എന്ന് വേണ്ടി പറയേണ്ടിയിരിക്കുന്നു. നോക്കി ഇവിടെ എന്താ സംഭവിക്കുക? മാധ്യമങ്ങൾ ഇനി എന്ത് ചെയ്യും? ഇയാൾ ഇനി പരിപാടിക്ക് വേണ്ട. ആ മനോരമയുടെ ഷോ എത്ര രൂപ മുടക്കി കൊണ്ടുവന്നൊരു പ്രോഗ്രാമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ഇവരുടെ ആകുലതകളും ആശങ്കകളും നേതാക്കന്മാർക്ക് പറയാൻ ചാനലുകൾ ഒരുക്കി കൊടുക്കുന്ന ഒരു വേദിയല്ലേ. അവിടെ ക്യാമറയ്ക്ക് മുന്നിൽ ഇതാണ് ഗുണ്ടായിസമെങ്കിൽ ക്യാമറയ്ക്ക് പിന്നിൽ എന്താ ഇത് ഗുണ്ടായിസം? ഇത് ഷോയാണ്. ഷോ മാത്രമല്ല, ഇപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ റേഞ്ച് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്ന സമയത്ത് ഇതേപോലെ പ്ലാൻഡ് ആയിട്ട് കുറച്ച് ആളുകൾ, അതായത് കാണാൻ വരുന്ന കാണികൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന, അന്ന് CPM-ന്റെ കൃത്യമായിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് വന്നത്. അത് പൊളിച്ചടുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വേദിയിൽ നിന്ന് ഒരാളൊരു രോഷമുണ്ട്. ഈ രാഷ്ട്രീയത്തിൽ കായിക ബലത്തിനല്ല പ്രസക്തി, ആശയങ്ങൾക്കും ആദർശത്തിനുമാണ് എന്ന് കൃത്യമായ വാക്ചാതുര്യത്തിലൂടെ ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലാണ് എന്ന് പ്രശാന്ത് ശിവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പ്രശാന്ത് ശിവൻ ഇപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത് താൻ എന്തോ ജില്ലാ അധ്യക്ഷനായിരിക്കുന്നത് വല്ല UP-യിലോ ബീഹാറിലോ കണ്ടാണെന്നാണ് ഈ പറയപ്പെടുന്ന പ്രശാന്ത് ശിവൻ. ഇപ്പോഴും KSU രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെ യുവാക്കളുടെ രാഷ്ട്രീയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സംഘർഷഭരിതമാണ്. ക്യാമ്പസുകൾ രാഷ്ട്രീയം എന്നും സംഘർഷഭരിതമാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി തീർക്കുന്ന രീതിയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മുതിർന്ന ലെവലിലേക്ക്, ഒരു പാർട്ടി ലെവലിലേക്ക് വരുമ്പോ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്ററിലിരിക്കുന്നത്. ഞാൻ ചോദിക്കാം, മുഹമ്മദ് ഷിയാസ് എറണാകുളം DCC അധ്യക്ഷൻ പലപ്പോഴും ചില വേദികളിൽ ഇത്തരം പ്രകടനങ്ങൾ കാണിക്കാറുണ്ട്. ഞാൻ പറയുന്നേക്കും. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിൻ്റെതായ ഒരു പക്വത അദ്ദേഹം സൂക്ഷിക്കാറുണ്ട്. അത് എതിർ പാർട്ടിക്കാരോടല്ല ഇത് കാണിക്കാറുണ്ട്. മിക്കവാറും സമരമുഖങ്ങളിലാണ് ഇത് കാണിക്കാറുള്ളത്. നീതികേടിനെതിരെ ജനങ്ങൾക്ക് വേണ്ടി ഇതിപ്പോ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ വാക്കുകൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. കൈക്കരുത്തിന്റെ ബലത്തിലായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാൽ ഇതിനെക്കാട്ടിൽ കൈക്കരുത്തുള്ളവർ DYFI ഉണ്ടെന്നുള്ളത് പ്രശാന്ത് ശിവൻ മറന്നു പോരുതെന്നുള്ളതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇതേപോലെ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോൾ ആ പാർട്ടികളുടെ അണികളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അത് വലിയൊരു കൂട്ടത്തല്ലാക്കി മാറ്റാനുള്ള സാഹചര്യം. സ്വാഭാവിക രാഷ്ട്രീയ സംഘർഷം ഇവരൊക്കെ ആഗ്രഹിക്കുന്നതാണ്. രണ്ട് പൊട്ടണം, 2 വെടി വെക്കണം, രക്തസാക്ഷി, ഇവർക്ക് എന്താ രക്തസാക്ഷി അല്ല, ബലിദാനി ഉണ്ടാവണം. ഇതൊക്കെ ചിന്താഗതിയാണ്. നോക്കൂ, ഇതിലൊക്കെ ഹീറോ ആയി മാറിയുന്ന ഒരു കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകരുണ്ടല്ലോ, അതേ രീതിയിൽ ജനങ്ങളും ആ മാറി നിൽക്കുന്നവരെ, നാടിന്റെ രാഷ്ട്രീയം സംസാരിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമായിട്ട് പാലക്കാട് ഇവർ അസ്വസ്ഥത, മൊത്തത്തില് ആ അസ്വസ്ഥതയാണ് കാണുന്നത്. ഈ അസ്വസ്ഥത UDF-ന് അനുകൂലമായി മാറും.